മേൽശാന്തിയെ കണ്ട ശ്രീകോവിലേക്ക് ഓടിക്കയറിയ ഗുരുവായൂരപ്പന്റെ കഥയറിയാമോ? വില്വമംഗലം സ്വാമിക്ക് കണ്ണൻ എപ്പോഴും സമീപസ്ഥനാണ്. ഒരു ദിവസം രാത്രിയിൽ സ്വാമിയാർ കണ്ണനെ പല രൂപത്തിൽ സ്തുതിക്കുവാൻ തുടങ്ങി. ഏതു രൂപത്തിൽ സ്തുതിക്കുന്നുവോ ആ രൂപത്തിൽ ഭഗവാൻ സ്വാമിയാർക്ക് ദർശനം കൊടുക്കും. അന്നേ ദിവസം രാത്രിയിൽ വില്വമംഗലം താമരയിലിരിക്കുന്ന കണ്ണനെ സ്തുതിക്കുവാൻ തുടങ്ങി. ഉടനെ കണ്ണൻ താമരയിൽ തൃക്കൈയിൽ വെണ്ണയുമായി ഇരിക്കുന്ന രൂപം ദർശനമായി കാണിച്ചുകൊടുത്തു. എന്നിട്ട് കണ്ണൻ തന്റെ കളി തുടങ്ങി. അങ്ങനെ നേരം പുലരാറായി. ക്ഷേത്രനട തുറക്കുവാൻ സമയമായി. നട തുറക്കുവാൻ അതാ മേൽശാന്തി വരുന്നു. മേൽശാന്തിയെ കണ്ടു കണ്ണൻ ശ്രീകോവിലേക്ക് കയറുവാനായി ക്ഷേത്രത്തിലേക്ക് ഓട്ടി. കണ്ണന്റെ പിന്നാലെ സ്വാമിയാരും ഓട്ടി. അപ്പോഴേക്കും മേൽശാന്തി അവിടേക്കെത്തിയിരുന്നു. ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കയറുവാൻ നോക്കിയപ്പോൾ ക്ഷേത്രത്തിലെ വാതിൽ താക്കോലിട്ട് തുറക്കുന്ന മേൽശാന്തിയെ കണ്ണൻ കണ്ടു. അദ്ദേഹം വാതിൽ തുറക്കുന്നതിനു മുമ്പ് ഉള്ളിൽ കയറിയെന്ന് കരുതിയ കണ്ണൻ വടക്കേ ചുവരിലൂടെ മണിക്കിണറിന്റെ അടുത്തുള്ള ചുവരിലൂടെ ഉള്ളിലേക്ക് കയറി. ആ സമയം താമരപ്പൂവിലിരിക്കുന്ന രൂപത്തിലായിരുന്നു കണ്ണൻ. ആ താമരക്കണ്ണൻ രൂപത്തിൽ ചുവരിൽ പതിഞ്ഞാണ് കണ്ണിനുള്ളിലേക്ക് കടന്നുപോയത്. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന സ്വാമിയാർ പിറ്റേന്നു തന്നെ ആ ചുവരിൽ ഭഗവാൻ താമരയിലിരിക്കുന്ന ആ താമരക്കണ്ണന്റെ രൂപം വരച്ചു. ഇപ്പോഴും അവിടെ തൊഴുതു പ്രാർത്ഥിച്ചാൽ ശ്രീകോവിലിന്റെ ഉള്ളിലിരിക്കുന്ന കണ്ണനെല്ലാം കാണുകയും കേൾക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം.